പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ചയിൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന കർമ്മങ്ങൾ അതെല്ലാം ഒരു അനുഗ്രഹമാകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏത് കാലമാണെങ്കിലും ചില കാലം നല്ലതല്ല, ആ കാലം മോശമാണ്, അല്ല, എല്ലാ ദിവസവും കർത്താവിൻ്റെതാണ് സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വല്ല ഉത്കണ്ഠയോ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഈ ദിവസം കർത്താവ് എനിക്ക് ദാനമായി നൽകിയ ദിവസമാണ്. ഹല്ലേലൂയ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 31:24. അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: കർത്താവിനെ കാത്തിരിക്കുന്നവരെ, എന്താ പറയുന്നത്? കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. അതായത് ദുർബലപ്പെടരുത്. നമ്മുടെ മനസ്സ്, പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും തളർന്നു പോകണമെന്നറിയാവോ? പലപ്പോഴും നമുക്ക് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വീഴ്ച വന്നു, അപ്പം തന്നെ നമ്മുടെ മനസ്സ്, ആത്മശക്തി അങ്ങോട്ട് ഇല്ലാതായി പോകും. അതിനും പറയാണ്, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഹല്ലേലൂയ. നമ്മുടെ ഈ താമസമുള്ള ധ്യാനത്തിന് വ്യാഴാഴ്ചകളൊക്കെ സാധാരണ ഈ ജനം വരുമ്പോൾ ഭയങ്കര പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വരുന്നത്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണെങ്കിൽ, ദൈവമേ, അവരെ നോക്കി പ്രത്യാശയോടെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞായറാഴ്ച ആകുമ്പോഴേക്കും, വെള്ളിയാഴ്ച കുമ്പസാരം കഴിയുമ്പോഴേക്കും തന്നെ കർത്താവ് ശരിക്കും മറച്ചിടും. ഈ ജനത്തെ മറച്ചിടുന്ന രീതിയിൽ അനോയിന്റിങ്ങിലേക്ക് കർത്താവിനെ കാത്തിരിക്കാൻ തക്ക വിധത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ച തുടങ്ങുന്ന ധ്യാനത്തിലേക്ക് നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച നമുക്ക് 4:30 തുടങ്ങി താമസമുള്ള ധ്യാനമാണ്. വർഷത്തിൽ കൂടിക്ക് നമുക്ക് കൂടണം സഹോദരങ്ങളെ. നിങ്ങൾ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ഈ വചനത്തിൻ്റെ ഇത് ശരിക്കും ദൈവജനത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നതെന്ന് ദൈവം അത് കാണിച്ചു കൊടുക്കും. ഓരോ താമസമുള്ള ധ്യാനത്തിലും കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവാൻ കർത്താവെ, ഈ വചനത്തിൻ്റെ വാഗ്ദാനം ഇത് കേൾക്കുന്ന ഓരോ മക്കളിലും സംഭവിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.